മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത ടൈമിൽ ഞാൻ വായിച്ചൊരു ബുക്കാണ് ഇക്കിഗ, ദി ജാപ്പനീസ് സീക്രട്ട് ടു ലോങ് ആൻഡ് ഹാപ്പി ലൈഫ്. ജപ്പാൻകാരുടെ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് ഇന്ത്യനെ അപേക്ഷിച്ച് 83 വയസ്സാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അത് 67 വയസ്സാണ്. അപ്പൊ സംതിങ് സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ ഈ ജപ്പാൻകാർ ജീവിത രീതിയിൽ നല്ല മാറ്റമുണ്ട്. ഈ ലൈഫ് എക്സ്പെക്ടൻസി കൂടാനായിട്ട് ഈ ജപ്പാൻകാർ കുറച്ച് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്താ നോക്കാം. അതിലൊന്നാണ് ഹറ ഹച്ചിപു. അതായത് ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ മാക്സിമം വയറ് നിറയ്ക്കാൻ നോക്കും. പക്ഷെ ജപ്പാൻകാരൻ 80% മാത്രമേ വയറ് നിറയ്ക്കൂ. പിന്നെ രണ്ടാമത്തേത് എന്ന് പറയുന്ന മൂവ്മെന്റ്സ് ആണ്. നമ്മൾ ഡെയിലി നമ്മൾ എക്സസൈസിന് എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ തലയ്ക്ക് മുകളിൽ കൈ എത്ര പ്രാവശ്യം പോകുന്നുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യം മൊക്കാണ്. അതായത് അവരുടെ ഫ്രണ്ട് സർക്കിളിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർ. അതായത് ഒരു ഈവനിങ് വാക്ക് ആണെങ്കിലോ ഡെയിലി ബേസിസിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ അവരുടെ ഫ്രണ്ട്സുമായിട്ട് ഒരു ട്രിപ്പ് പോകുമോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇന്ററാക്ഷൻ ആണ് അവർക്ക്. ജപ്പാനിലെ ഒക്കിനാവ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുത്തെ എക്സ്പെക്ടൻസി 100 കൂടുതലാണ് ആൾക്കാർ. അതായത് 25 ആൾക്കാർ എടുക്കുകയാണെങ്കിൽ അതിൽ 5 ആൾക്കാർ 100 വയസ്സ് കൂടുതൽ ജീവിക്കുന്നുണ്ട്. അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് അവരുടെ ആയുസ് കൂടാൻ മെയിൻ ആയിട്ടുള്ള കാരണം. ഇപ്പൊ രാവിലെ എണീറ്റിട്ട് അവർ വാക്കിംഗ് ആണെങ്കിലും അവരുടെ ഫ്രണ്ട്സ് ഒത്ത് കൂടുന്നതാണെങ്കിലും ഈവനിങ്ങുള്ള വെജിറ്റബിൾ ഗാർഡനിങ് ആണെങ്കിലും എല്ലാം അവർ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് അവർക്ക് ഭയങ്കര ഉള്ളതിൽ അവർ തൃപ്തിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വലുതായിട്ടുള്ള കാര്യങ്ങളിൽ അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ അത് വേണം ഇത് വേണം എന്നുള്ള ചിന്തയില്ലാണ്ട് അവരുള്ളതിൽ നന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാർ. അപ്പൊ ഇത്രയും ടിപ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കും നമ്മുടെ ആയുസ് കൂട്ടാം.